രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനാഘോഷം നടന്നു. വിദ്യാർത്ഥികൾക്കുള്ള വൃക്ഷത്തൈ വിതരണവും തൈനടലും നടന്നു. രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസ്ഥിതി ദിനാചരണം വിപുലമായ പരിപാടികളോടെയാണ് നടത്തിയത്. സ്കൂൾ തലത്തിൽ നടന്ന പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ ഉദ്ഘാടനം അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി തുളസി കുട്ടികൾക്ക് വൃക്ഷത്തൈകൾ നൽകിക്കൊണ്ട് നിർവഹിച്ചു. വളർന്നുവരുന്ന തലമുറ എന്ന രീതിയിൽ എന്റെ മക്കൾ തന്നെയാണ് അതിന് പ്രതിവിധി കാണേണ്ടത്. കാരണം ചൂട് കൂടാതിരിക്കാൻ വേണ്ടി മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗം കുറയ്ക്കുകയും നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുകയും ചെയ്യുക. നമ്മൾ ഇന്ന് കുപ്പിവെള്ളം വാങ്ങുന്നുണ്ടെങ്കിൽ നാളെ ഓക്സിജൻ, ഇന്നിപ്പോൾ സിലിണ്ടറുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, നാളെ ഓക്സിജൻ ബോട്ടിലുകൾ വാങ്ങാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. അതിനു വേണ്ടിയിട്ടാണ് പരിസ്ഥിതിയുടെ ഭാഗമായി ഓരോ കുട്ടികൾക്കും മരത്തൈ വിതരണം കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകുന്നത്. നമുക്കൊക്കെ അറിയാം, ജാവേദ് പായൽ എന്ന ഏറ്റവും മഹത്തായ ഒരു വ്യക്തിയെക്കുറിച്ച് 1400 ഏക്കറിലാണ് അദ്ദേഹം മരം നട്ടുപിടിപ്പിച്ചത്. അദ്ദേഹത്തിന് പ്രഥമ പത്മശ്രീ പുരസ്കാരം ഉൾപ്പെടെ കിട്ടിയിരുന്നു. അതുപോലെ നമ്മുടെ നാടിനകത്ത് പച്ചത്തുറുക്കുകൾ ഉണ്ടാക്കിയെടുക്കാനും നമ്മുടെ നാടിനകത്ത് ഓക്സിജൻ ഉണ്ടാക്കിയെടുക്കാനും നമ്മൾ ഓരോരുത്തരും വിചാരിക്കുക. അതിനോടൊപ്പം നമ്മുടെ നാട്ടിലെ നല്ലൊരു സമ്പത്തിനെ ഉണ്ടാക്കിയെടുക്കാൻ ഓരോ കുട്ടികളും ശ്രമിക്കുക. അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ മൂലക്കണ്ടം മുഖ്യാതിഥിയായി. സ്കൂൾ PTA അംഗം അനീഷ് ദീപം അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രതീഷ് വെള്ളംതട്ട, വാർഡ് മെമ്പർമാരായ എ തമ്പാൻ, ദീപ പ്രവീൺ, ശ്രീവിദ്യ, പ്രിൻസിപ്പൽ ഇൻചാർജ് VK പ്രിയ എന്നിവർ സംസാരിച്ചു. സ്കൂൾ HM ഇൻചാർജ് P ദിവ്യ സ്വാഗതം പറഞ്ഞു. സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും PTA മദർ PTA അംഗങ്ങളും പരിസ്ഥിതി ദിനാചരണ പരിപാടികളിൽ സജീവമായി പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.